നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ അത് വലിയ പ്രശ്നമാണ് എന്നും രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തുന്നത് കൊണ്ട് ഇവിടെ ഭാരതത്തിൽ നരേന്ദ്രമോദി ഇങ്ങനെ തേരോട്ടം നടത്തുകയാണ് എന്നും നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടണമെങ്കിൽ പ്രിയങ്ക വരണമെന്നും പ്രിയങ്കയെ മുന്നിൽ നിന്ന് നയിച്ചാൽ കോൺഗ്രസിന് നരേന്ദ്രമോദിയെ വീഴ്ത്താൻ കഴിയും എന്നുമൊക്കെ ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടു. തീർച്ചയായും അത് അദ്ദേഹം പറഞ്ഞതിൽ ഭാഗികമായി ശരിയാണ്. നിർണായകമായ ചർച്ചകൾ നടക്കുമ്പോൾ, നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഘടനയ്ക്ക്, രാജ്യത്തിന് വേണ്ട കോൺഗ്രസ്സിന് ആ നേതാവിനെ ആവശ്യമുള്ളപ്പോൾ അയാൾ വിദേശയാത്ര നടത്തുകയാണ്. അതും ദുരൂഹമായ വിദേശയാത്രകൾ. എപ്പോൾ പോകുന്നുവെന്നോ, എപ്പോൾ വരുന്നുവെന്നോ, എവിടേക്ക് പോകുന്നുവെന്നോ, എന്തിനു പോകുന്നുവെന്നോ പാർട്ടി പ്രവർത്തകർക്ക് പോലും, അയാളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ വിനോദസഞ്ചാരം. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഇത് മാത്രമാണോ കോൺഗ്രസിൻ്റെ പ്രശ്നം? 2004 മുതൽ 2014 വരെ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനുശേഷം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി സർക്കാർ താഴെ പോകാനുള്ള പ്രധാന കാരണം ഈ 10 വർഷം ചെയ്ത അഴിമതിയാണ്. വലിയ കൊള്ളകളാണ്. ഈ കൊള്ളകൾ ജനം മറക്കുമോ? ഏതാണ്ട് 10-15 വർഷം കഴിഞ്ഞ് ജനം അത് മറക്കും എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ പുതിയ കൊള്ളകൾ അത് എപ്പോൾ എങ്ങനെ മറക്കാനാണ്? നരേന്ദ്രമോദി മാറണം, ഒരു മതേതര ഭരണം വരണം, അതിന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പ്രധാനമന്ത്രിയാകണം എന്നൊക്കെ പറയുന്നവർ ഈ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക. അത് മറ്റൊരിടത്തേക്കുമല്ല, ഛത്തീസ്ഗഡിലേക്കാണ് നോക്കേണ്ടത്. ഛത്തീസ്ഗഡിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും ഇക്കണോമിക് ഒഫൻസ് വിങ്ങും ചേർന്ന് ഒരു കുറ്റപത്രം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ആ കേസിലെ 8ാമത്തെ കുറ്റപത്രമാണ്. ആ കുറ്റപത്രത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി പരാമർശിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവായ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിൻ്റെ മകൻ ചൈതന്യയെക്കുറിച്ചാണ്. ഇയാൾ നടത്തിയ ഒരു വലിയ അഴിമതിയെക്കുറിച്ചാണ്. ഛത്തീസ്ഗഡിലെ മദ്യ അഴിമതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി കോടതിയിലുള്ള ഒരു കേസാണ്. ഏതാണ്ട് 3500 കോടിയിലേറെ രൂപ ഖജനാവിൽ നിന്ന് ചോർത്തിയെടുത്ത ഒരു വലിയ അഴിമതിയാണ്. ഈ വലിയ അഴിമതിയുടെ ഭാഗമായി അന്നത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ മകൻ ചൈതന്യയ്ക്ക് ലഭിച്ചത് 250 കോടി രൂപയാണ് എന്നാണ് ആ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഛത്തീസ്ഗഡ് വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ്. വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമുള്ള ഒരു സംസ്ഥാനമാണ്. പണത്തിൻ്റെ ഒരു തണലിൽ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല. വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് 5 വർഷം ഭരിക്കാനാണ് ഈ ഭൂപേഷ് ബാഗലിന് ഏറ്റവും ഒടുവിലായി ജനങ്ങൾ അനുമതി നൽകിയത്. 2018 മുതൽ 2023 വരെ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മകൻ്റെ തേർവാഴ്ചയായിരുന്നു എന്നാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജമദ്യം വിൽക്കുക, അനധികൃതമായി മദ്യനയത്തിൽ ഇടപെടുക, ഈ വിൽപ്പനയിൽ അനധികൃത വിൽപ്പന നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഈ കോൺട്രാക്റ്റ് തരപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള അഴിമതികളിലൂടെ 3000 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വന്നിരിക്കുന്നു. ഈ 3000 കോടി രൂപ മദ്യരാജാക്കന്മാർ കട്ടുകൊണ്ടുപോകുന്നു. അതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൻ ചൈതന്യയുടെ സിൻഡിക്കേറ്റാണ്. ഇയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഒരു സിൻഡിക്കേറ്റാണ് ഈ പറയുന്ന എക്സൈസ് വകുപ്പിൽ പൂണ്ട് വിളയാടിയത് എന്നാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത്. 250 കോടി അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു ഇപ്പോഴും പിന്തുടരുന്ന നയം എന്ന് പറയുന്നത്. അഴിമതി ഇല്ലാതെയാക്കി, അഴിമതി രഹിതമായി, അഴിമതി ആരോപണങ്ങൾ പോലും ഇല്ലാതാക്കി മുന്നോട്ട് പോവുക എന്ന നയം BJP വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ നടപ്പിലാക്കുമ്പോൾ, നിസ്വാർത്ഥമായ ജനസേവനമാണ് ഭരണമെന്ന് നരേന്ദ്രമോദി കാട്ടിക്കൊടുക്കുമ്പോൾ, രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭൂപേഷ് ബാഗൽമാരും അദ്ദേഹത്തിൻ്റെ മകൻ ചൈതന്യമാരുമെല്ലാം കാട്ടിക്കൂട്ടുന്നത് ജനങ്ങളെ പിഴിഞ്ഞ്, ജനങ്ങളെ കൊള്ളയടിച്ച് കോടികൾ പോക്കറ്റിലാക്കുക എന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം 2004 മുതൽ 2014 വരെ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയ കൊള്ളകൾ ജനങ്ങൾ മറന്നു തുടങ്ങി എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഏറ്റവും ചെറിയ സംസ്ഥാനത്ത് പോലും നടത്തിയത് 3000 കോടിയുടെ അഴിമതിയാണ്. അതിൻ്റെ കമ്മീഷനായി പറ്റിയിരിക്കുന്നത് 250 കോടിയാണ്. മറ്റാരുമല്ല, മുഖ്യമന്ത്രിയുടെ മകനാണ്. പാർട്ടി എന്നെന്നും ഒളിപ്പിച്ച് സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള ഒരു നേതാവാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇന്നോ നാളെയോ രാഹുൽ ഗാന്ധി ടൂർ പോയാലും, ജർമ്മനിയിൽ പോയി ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയാലും, ജോർജ് സോറോസിനെ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിച്ചാലും ഒന്നും നരേന്ദ്രമോദി സർക്കാരിനെ മറിച്ചിടാൻ പോകുന്നില്ല. കോൺഗ്രസ് ഈ തീവട്ടിക്കൊള്ള അവസാനിപ്പിച്ചാൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്ന് പറയേണ്ടി വരും.
വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.